ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അവിൽ മിൽക്ക് ഷേക്കാണ്. അതിനായിട്ട് ഒരു അവിലെടുക്കണം. ഞാൻ ഇവിടെ എടുത്തത് വറുത്ത അവിലാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പാനിൽ ഇട്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചിക്കി കൊടുക്കണം, അതായത് ഇളക്കി കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് ഒരു മുരിഞ്ഞ് വരണം, കുറച്ച് ക്രിസ്പി ആയിട്ട് വരണം കേട്ടോ. അപ്പോൾ അങ്ങനെ ആക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമുക്ക്. അപ്പോൾ ഞാനിത് ഇവിടെ നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ബൗളിൽ കട്ടപ്പാൽ ഒഴിക്കുക. കട്ടപ്പാൽ ഒഴിച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ആ പാലിനെ കട്ട പീസ് ചെറിയ ചെറിയ പീസാക്കി മാറ്റണം. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പം ഞാൻ പഴം ചേർക്കുന്നില്ല. അപ്പോൾ ഞാൻ പഴം കഴിക്കുന്ന ഒരാളല്ല. അപ്പോൾ ഇവിടെ നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്നത് ഒരു അവിൽ, നമ്മൾ നേരത്തെ മാറ്റി വെച്ച അവിൽ നന്നായി കൈകൊണ്ട് പൊടിച്ചു കൊടുക്കുക. പിന്നെ ഒരു പഴം എടുത്തിട്ട് നന്നായി കുത്തി ചീച്ചിട്ട് കുറച്ച് തണുത്ത പാലിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കപ്പലണ്ടി ഇല്ലേ, അതായത് കടല ഞാൻ ഇവിടെ എടുത്തത് ബ്രൗൺ കളറിലെ കടലയാണ്. അതിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കാം. അതും ഒന്ന് മുരിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ പിന്നെ കുറച്ച് ഓട്സ് ആണ് എടുത്തത്. ഓട്സ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതും അതേപോലെ നന്നായി മുരിഞ്ഞ് വരണം. നല്ലൊരു ഓട്സാണ് ഞാനിവിടെ എടുത്തത്. പിന്നെ 3 ബൂസ്റ്റ് ഉണ്ട്, നേരത്തെ മാറ്റി വെച്ച കട്ടപ്പാൽ, അവിൽ, ഐസ്ക്രീം എടുത്തിട്ടുണ്ട്, കപ്പ് ഐസ്ക്രീമും, പിന്നെ ചോക്കോസ്, നേരത്തെ മാറ്റി വെച്ച അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഓട്സും എല്ലാ സാധനവും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്ലാസ് എടുക്കാം. ഞാനിവിടെ തിരഞ്ഞെടുത്തത് കുപ്പി ഗ്ലാസ് ആണ്. അതിലേക്ക് ആദ്യം നമ്മൾ ആ മാറ്റി വെച്ച കട്ടപ്പാൽ ഒഴിക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ഒഴിക്കുക, പാലും ബനാനയും കൂടി ചേർത്ത് അത് ഒഴിക്കുക. ഞാനിവിടെ അത് ഒഴിച്ചിട്ടില്ല, കാരണം എനിക്ക് വേണ്ടതുകൊണ്ട് എനിക്ക് ആ ബനാനയുള്ള വേണ്ട. അപ്പോൾ അതിന് ശേഷം നമ്മൾ കടല ഇടുക. അവിലിട്ടതിന് ശേഷം ഓട്സ് ഇട്ടതിന് ശേഷം കടല ഇടുക. അത് കഴിഞ്ഞതിന് ശേഷം മേലെ കുറച്ച് ചോക്കോസ് ഇട്ട് കൊടുക്കുക. ചോക്കോസ് ഇട്ട് ബൂസ്റ്റ് ഇട്ട് അങ്ങനെ എല്ലാ ലെയറും അതേപോലെ പിന്നെയും എഗെയിൻ പാലൊഴിക്കുക, അവിലിടുക, ഓട്സ് ഇടുക, ചോക്കോസ് ഇടുക, പിന്നെ ബൂസ്റ്റ് ഇടുക. പിന്നെ ഏറ്റവും ടോപ്പിൽ ഞാനിവിടെ അവിലും ഓട്സും കൂടി മിക്സ് ചെയ്തിട്ട് ചോക്കോസ് ഇട്ട് കൊടുത്തിന്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നല്ലോണം കുത്തി ഇളക്കിയിട്ട് കുടിച്ച് നോക്കിയാൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും.